ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ കൂട്ടിയിട്ട് അച്ചമ്മ പറഞ്ഞ കണക്ക് ക്ഷേത്രത്തിലൊക്കെ പോയി നാടുകളൊക്കെ കാണിച്ചു, കാഴ്ചകളൊക്കെ കാണിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി വരുന്ന വഴിക്ക് മാവ് കാണുമ്പോൾ രേവതിക്ക് മാങ്ങ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി മാങ്ങയൊക്കെ പൊട്ടിച്ച് കൊടുത്തു രേവതിക്ക്. രേവതി അത് വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാളും കൂടി മടങ്ങി വരാനായിട്ട് വണ്ടിയിൽ കയറുന്ന സമയത്തുണ്ടല്ലോ, വണ്ടി ഡൗണായി പോവുകയാണ്. അതായത് വണ്ടിയുടെ ബാക്ക് ടയർ പഞ്ചറാവുകയാണ്. അങ്ങനെ അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ്, താനൊരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടാൾ കൂടി ഈ വണ്ടി തള്ളിയിട്ട് അടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോയി ഞാൻ വണ്ടിയൊക്കെ സെറ്റാക്കി കൊണ്ടുവരാമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി എന്ത് ചെയ്തെന്നോ, നമ്മുടെ രേവതിയെ ആദിയുടെ വീട്ടിൽ, ആദി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ വീടാണ്, ശ്രുതിയുടെ മകനാണ്. പക്ഷെ അതൊന്നും നമ്മുടെ രേവതിക്കും സച്ചിക്കും അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ ആദിയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്. അതിനുശേഷം വണ്ടി ഒക്കെ റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് രേവതിയെ നമ്മുടെ ആദിയുടെ മുത്തശ്ശി വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്, അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചായ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ രേവതി വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. അങ്ങനെ രേവതിയുടെ കഥകളൊക്കെ രേവതി പറയുകയാണ് അവരോട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, രേവതി സച്ചിയെ കണ്ടുമുട്ടിയ ആ കാലഘട്ടമാണ് പറയുന്നത്. അവർ തമ്മിൽ ഫൈറ്റൊക്കെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതി ചോദിക്കണം, ആദി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആദി അടുത്ത വീട്ടിൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കളിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ, നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഒരുങ്ങി റെഡിയായിട്ട് സെറ്റായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ യൂണിയൻകാരെ കാണാനായിട്ട് പോവുകയാണ്, ഇപ്പോഴെങ്കിലും ആ പെൻഷൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കി എടുത്തില്ലെങ്കിൽ ഇപ്പം തന്നെ കാശിന് വളരെ പരിങ്ങലിലാണ്, പിന്നെ സച്ചി ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും കഞ്ഞി കുടിച്ച് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഹങ്കാരത്തോടു കൂടി ചന്ദ്രമതി പറയുകയാണ്, അവൻ എന്ത് കൊണ്ടുവരാനാണ്, അവൻ ഈ നക്കാപ്പിച്ച കിട്ടുന്നത് കൊണ്ട് എന്താവാനാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകണമെന്നേ ഉള്ളൂ. നമ്മുടെ ശ്രുതിക്ക് നല്ലൊരു ജോലിയുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് അതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടും. അപ്പോൾ അവൻ്റെ വരുമാനം മാത്രം മതി നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ സച്ചിയുടെ നക്കാപ്പിച്ചേരെ കണക്കൊന്നും നിങ്ങൾ പറയാനായിട്ട് പോകണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സച്ചിയുടെ വരുമാനം കൊണ്ട് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി കാര്യം തിരക്കാണ്, ശ്രുതിയുടെ ഓഫീസിൽ പോകുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് പറയുകയാണ്, ശ്രുതിക്ക് എങ്ങനെയെങ്കിലും 10 പവൻ്റെ ഓർണമെൻറ്റ്സ് എങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കതൊക്കെ ഒരു ഷെയിമാണ്, ഇനി പൈസയുടെ കാര്യത്തിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛമ്മയോട് പോയി കുറച്ച് പൈസ ചോദിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങേർക്ക് വയ്യ, അപ്പോൾ അങ്ങേര് പറയുന്നത് എൻ്റെ കൂടെ പോയി ചോദിക്കണം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുക. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ എവിടെ നിന്നാ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി സംസാരിക്കുന്ന സമയത്തിന് ശ്രുതി ചന്ദ്രമതിയോട് പറയണം, അമ്മേ, ശ്രുതി നല്ലൊരു പെൺകുട്ടിയാണ്, അതുപോലെ ഒരു പെൺകുട്ടിയെ അമ്മയുടെ മരുമകളായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഗ്യമാണത്, ശ്രുതിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുന്നത്. അതുകൊണ്ട് അവൾക്ക് 10 പവനെന്നല്ല, അവൾക്കൊരു 100 പവൻ നമ്മൾ കൊടുത്താലും അതൊന്നും അധികം ആവില്ല. അമ്മ എങ്ങനെയെങ്കിലും അച്ചമ്മയുടെ കാലും കൈയും പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും 10 പവനെന്നുള്ള കുറച്ച് മുന്നോട്ടായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒപ്പിച്ചത് കൊടുക്കണം എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ഞാനും ഇപ്പോൾ അതൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അടവുകളൊക്കെ അങ്ങോട്ട് ഇറക്കുകയാണ്. എന്നുവെച്ചാൽ കണ്ണീരൊക്കെയാണല്ലോ നമ്മുടെ ചന്ദ്രമതിയെ പിടിച്ച് നിർത്തുന്നത്. അങ്ങനെ ശ്രുതി കണ്ണീരോടുകൂടി ചന്ദ്രമതിയോട് പറയുകയാണ്, അമ്മേ, ഞാനൊരു കാര്യം അമ്മയിൽ നിന്ന് ഒളിച്ചു വെച്ച് അമ്മ എന്നോടത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ അയ്യോ, എന്താ എൻ്റെ കുഞ്ഞ്, എന്തിനാണ് എൻ്റെ കാൽക്കൽ വീഴുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, മറ്റൊന്നുമല്ല, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അത് ഞാൻ അമ്മയിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നു, നിൻ്റെ ജോലി നഷ്ടപ്പെട്ടെന്നോ, അതിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ നടന്ന കാര്യങ്ങൾ മുഴുവനും ചന്ദ്രമതിയോട് പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയണം, മോനെ, അങ്ങനെയാണെങ്കിൽ നീ സച്ചിയോട് നമ്മൾ എന്ത് പറയും, അവൻ തൽക്കാലം ഒന്നും അറിയണ്ടടാ, അവൻ അറിയുമെങ്കിൽ നിന്നെ വച്ചേക്കത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാണ്, എന്നും എൻ്റെ കയ്യിൽ തെറ്റല്ല എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, മോനെ, നമ്മളൊരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, ഇനിയെങ്കിലും നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് എൻ്റെ കുഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട, അതൊക്കെ സെറ്റായി വരും, നിനക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടും
എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അമ്മ പറയുകയാണ് ഇത് തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരോടും അതിനെക്കുറിച്ചൊന്നും പറയേണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ അച്ചമ്മയാണെങ്കിലുണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു കൊരണ്ടി ഇട്ട് അവിടെ ഇരിക്കുകയാണ്. അച്ചമ്മയാണെങ്കിൽ ഇങ്ങനെ കസേര പറത്തിയിരിക്കുകയാണ്. അപ്പോൾ ആറുകുട്ടിയമ്മ വെള്ളം തിളപ്പിക്കുകയാണ്. നമ്മുടെ രേവതി പോയി എണ്ണയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അച്ചമ്മ പറഞ്ഞു വിടുകയാണ് രേവതിയോട്, രേവതി അവിടെ പോയി കുപ്പിയിലിരിക്കുന്ന എണ്ണയൊക്കെ എടുത്തിട്ട് വരാൻ പറയുകയാണ്. അങ്ങനെ രേവതി വരികയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയുകയാണ്, രേവതിയോട് അച്ചമ്മ പറയണം, മോളെ നീ ആ എണ്ണ അവൻ്റെ തലയിൽ നന്നായിട്ട് നെറുകും തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക, അവൻ്റെ തലയ്ക്കൊന്ന് വെളിവ് വീഴട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണ വേണ്ട, എനിക്ക് കൈയുണ്ടല്ലോ ഞാൻ തേച്ചോളാം. എടാ നീ തേക്കണ്ട, അവൾ തേച്ച് തരും. അങ്ങനെയാണെങ്കിൽ അച്ചമ്മ തേച്ചതാ. ഓ പിന്നെ എനിക്ക് നിൻ്റെ തലയിൽ എണ്ണ ഇപ്പല്ലേ ജോലി, നിൻ്റെ ഭാര്യ അടുത്തിരിക്കുമ്പോൾ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അച്ചമ്മ രേവതിയോട് എണ്ണ തേച്ച് കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്തിന് രേവതി ചെല്ലുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല. ആവുന്നതുപോലെയൊക്കെ രേവതി ശ്രമിച്ചു നോക്കുകയാണ്, അപ്പോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ രേവതിക്ക് വിഷമമാവുകയാണ്. അങ്ങനെ രേവതി എണ്ണയും കുപ്പിയും അവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് പാറുക്കുട്ടിയമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരികയാണ്. അപ്പോൾ പാറുക്കുട്ടിയമ്മ പറയണം, പിന്നെ തലയിൽ എണ്ണ തേപ്പിക്കാൻ നമ്മയ്ക്കകത്ത് ഇവന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവർ അതും ഇട്ടിട്ട് അവരും പോവുകയാണ് അവരുടെ പാട്ടിന്. അപ്പോൾ രേവതി മാറി നിൽക്കുകയാണ്, ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. രേവതി പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്, നീ ഇത്ര പെട്ടെന്ന് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണേ, ഇല്ല അച്ഛമ്മ ഞാൻ ചെയ്തില്ല, അങ്ങേര് എന്നെ അതിനൊന്നും സമ്മതിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയോട് പറയണേ, എന്താ മോളെ നീ അവനൊപ്പം തുള്ളിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും, നീ നിർബന്ധിച്ച് ചെയ്തുകൂടായിരുന്നോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പാറുകുട്ടിയമ്മ വന്നിട്ട് പറയണം, രേവതി മോളെ കുറ്റം പറയണ്ട, ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. സച്ചി അമ്പിലും ഇല്ലിലും അടുക്കാതിരുന്ന മോൾ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പാറുകുട്ടിയമ്മ ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയണം, മോളെ അമ്മക്ക് പതുക്കെ കൊണ്ട് എല്ലാം റെഡിയാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ നമ്മുടെ രേവതിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ വർഷയും ശ്രീയും കൂടി തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. കുക്കിങ്ങിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. പുതിയ ഡിഷ് വല്ലതും ഉണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ വർഷ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഡിഷിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഓർഡർ ചെയ്യുകയാണ്. അതിനുശേഷം അവർ നല്ല കൂളായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം ഫോണൊക്കെ കട്ട് ചെയ്യുകയാണ്. അതേസമയം രാവിലെ നമ്മുടെ സച്ചി ഒരുങ്ങി റെഡിയായിട്ട് വരികയാണ്. രേവതി ആണെങ്കിൽ അതിസുന്ദരിയായിട്ട് നിൽക്കുകയാണ്. പച്ചമ്മ പറയുകയാണ്, രണ്ടുപേരും മനസ്സറിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, അച്ചമ്മേ ഇത് എന്നും ആയാലും കൊള്ളില്ല, അധികമായ അമൃതും വിഷമാണ്, എനിക്ക് എന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ചമ്മ ചെവിക്ക് പിടിച്ച് കിഴുക്കുകയാണ് സച്ചിയുടെ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന വഴിക്ക് സച്ചി രേവതിയോട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണണം, അവൻ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നത്, നമുക്ക് അവിടെ പോവാം എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണേ, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളൂ, എന്നെ ആദിയുടെ വീട്ടിലാക്കിയാൽ മതി എന്നാണ് രേവതി പറയുന്നത്. അപ്പോൾ സച്ചി പറയണേ, ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി നമ്മുടെ ആദിയുടെ വീട്ടിന് മുന്നിൽ രേവതിയെ കൊണ്ടാക്കുകയാണ്. അതിനുശേഷം സച്ചി വണ്ടി വിട്ട് പോവുകയാണ്. രേവതി അങ്ങനെ ആദിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണം. എന്നാലായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.